ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു കുമ്പളങ്ങയുടെയാണ് കേട്ടോ. ഇതാ നമ്മൾ വിഷുവിന് വാങ്ങിച്ചതാണ് കുമ്പളങ്ങ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹസ്ബൻഡ് മരിച്ചുപോയി. എൻ്റെ ഒരു വിഷമത്തിലൊക്കെ ആയത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാ ഒരു കുമ്പളങ്ങ വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ടൊരു മോരുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യം അതാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കണം. ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ വെച്ചിട്ട് ഒഴിച്ചുകറി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആദ്യം ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഞാൻ തൈരിൻ്റെ അകത്തോട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 5-6 കൊച്ചുള്ളി, ചെറിയ ഉള്ളിയും 2-3 ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഒന്ന് കടുക് വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ എല്ലാവരും ചെയ്യാറുള്ളതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മളുടെ അരച്ച ഒരു അരപ്പങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയില്ലേ, ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചത് കേട്ടോ. പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് ഞാൻ കുക്കറിൽ 2 വിസിൽ അടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മളിപ്പോൾ നോക്കിയതിന് ശേഷം ഉപ്പിൻ്റെ അളവനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വേവിച്ച് വെച്ചിരുന്ന കുമ്പളങ്ങയോട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒഴിച്ചുകറി എന്ന് തന്നെ പറയാം കേട്ടോ. ഈ തൈര് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. തൈര് ഒഴിച്ചില്ലെങ്കിലും ഈ സംഭവം ഇങ്ങനെ തന്നെ ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്താൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. തൈര് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തൈരിൻ്റെ പുളിയൊന്നും അങ്ങനെ മുന്നേ നിൽക്കുന്നില്ല. നല്ല സമത്തിനെല്ലാം നിൽപ്പുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നല്ല കുറുകയുള്ള തൈര് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് ഒന്ന് അടിച്ചിട്ട് ഒരു 1/4 കപ്പോളം അത്രയും ചിത്രം, ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇട്ട് മോരുകറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.